ഹലോ, വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് എങ്ങനെ പേരിടാം എന്നാണ് ആദ്യത്തെ പാർട്ടിൽ പഠിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറി കോമ്പൗണ്ടുകളെയും സംയുക്തങ്ങളെയും പേരിടുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതിന്റെ ഓർഡർ ഒക്കെ ഡിഫറെന്റ് ആണ്. ഈ ഓരോ ഓർഡർ അതുപോലെ റൂളുകളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ കാറ്റഗറി ആണ് എന്ത്? നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളുള്ള, ഒന്നിൽ കൂടുതൽ ശാഖകളുള്ള ആൽക്കീനുകളെ, ആൽക്കെയിൻ എന്ന് പറഞ്ഞാല് പൂരിത ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കെയിൻ. ആൽക്കെയിനുകളെ നമുക്ക് എങ്ങനെ പേരിടാം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങള് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന, ഈ ഭാഗത്ത് ചോദിക്കുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു തെറ്റും കൂടാണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ട്ടോ. നമുക്ക് നോക്കാം. അപ്പൊ നോക്കിയേ, സ്ട്രക്ചർ കാണുമ്പോ തന്നെ നമ്മൾക്ക് ഏത് കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് ചെയ്ത് ശരിയായിക്കോളൂ കേട്ടോ. അപ്പൊ നോക്കാം, സ്ട്രക്ചർ നോക്കി, നേരത്തെ പോലത്തെ സ്ട്രക്ചർ ആണോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട പോലത്തെ സ്ട്രക്ചർ ആണോ ഇത്? അല്ല. ഇവിടെ നോക്കാം, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അഴയമേല് തുണിയിട്ടേക്കണ പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കണേ. ഓക്കെ, ഇങ്ങനെ തൂങ്ങിക്കിടക്കണ, ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് ഒരു ബ്രാഞ്ച് ഉള്ള സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന്റെ നെയിമിംഗ് ആണ്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഇവിടെ ഒരു ബ്രാഞ്ച് അല്ല, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖകൾ ഉണ്ട്. അപ്പൊ ഒരു കോമ്പൗണ്ട് കാണുമ്പോ അത് ഏത് കാറ്റഗറിയില്, ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി നോക്കാം, ഇവിടെ ഏതൊക്കെ റൂളുകളാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോണത് കേട്ടോ. ഈ റൂളായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കോമ്പൗണ്ട് തന്നാല് ഈ റൂൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് റൂൾ നോക്കാം. റൂൾ നമ്പർ 1. ടീച്ചർ അത് വായിച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിയേ, ഇഫ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഈസ് പ്രസന്റ്, സെലക്ട് ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. നേരത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകള്, ശാഖകൾ ഉണ്ടെങ്കിൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ സെലക്ട് ചെയ്യണം. അതായിരിക്കണം നമ്മുടെ മെയിൻ ചെയിൻ. അടുത്ത് നോക്കാം, നമ്പർ ദ കാർബൺ ആറ്റം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ right to left in such a way that carbon atom with branches get the lowest position number. ഓക്കെ, മെയിൻ ചെയിനും ബ്രാഞ്ചുകളും കണ്ടുപിടിച്ചു കഴിഞ്ഞാല്, ഓക്കെ, മെയിൻ ചെയിനും ബ്രാഞ്ചും കണ്ടുപിടിച്ചാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? മെയിൻ ചെയിൻ അല്ലെങ്കിൽ മുഖ്യ ചെയിനിന് നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോ എപ്പോഴും എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും. നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഇത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആണല്ലേ, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ഇടണം. പിന്നെ എന്ത് ചെയ്യാ? അതില് നമ്മുടെ ബ്രാഞ്ചുകളുള്ള കാർബണ് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ടെക്സ്റ്റില് ഇത് 2 റൂൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടീച്ചർ അത് ഒറ്റ റൂൾ ആയിട്ട് പറയാം. ഒന്നുമില്ല, ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്പർ ഇടും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും നമ്പർ ഇടും. നോക്കാം, നമ്മൾ ഇങ്ങനെ ഈ ഡയറക്ഷൻ നോക്കാണ് കേട്ടാ. ഈ ഡയറക്ഷനിൽ നോക്കാണ് നമ്മൾ ആദ്യം. എന്നിട്ട് ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് നോക്കും. ഇങ്ങനെ നോക്കുമ്പോ ഈ ഡയറക്ഷനിൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോ ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നുണ്ട്. അതേപോലെ 4ാമത്തെ കാർബണിലും ബ്രാഞ്ച് വരുന്നുണ്ട്. ഞാൻ ഈ രണ്ടും കൂടെ കൂട്ടി. രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലുമാണ് ബ്രാഞ്ച് വരുന്നത്. ഈ പൊസിഷൻ നമ്പറുകള് അല്ലെങ്കിൽ ഈ ശാഖയുടെ സ്ഥാനസംഖ്യകൾ തമ്മിൽ ഞാൻ കൂട്ടാണ്. 2+4 കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടാ? 6 ആണ് കിട്ടാ. എത്ര കിട്ടാ? 6 ആണ് കിട്ടാ. ഇനി എന്ത് ചെയ്യാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള നമ്പറിങ് നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോ ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് നോക്കിയേ. 3ാമത്തെ കാർബണിലും ബ്രാഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ 5ാമത്തെ കാർബണിലും ബ്രാഞ്ച് വരുന്നുണ്ട്. സോ ഞാൻ അത് എഴുതി വെക്കാണ്. 3ഉം 5ഉം അത് തമ്മിൽ കൂട്ടി എത്ര കിട്ടിയേ? 8.
8 കിട്ടിയേ. ഓക്കെ, അപ്പൊ ഈ കൂട്ടുമ്പോ കുറവ് വാല്യൂ കിട്ടുന്നത് ഏതാണോ, കൂട്ടുമ്പോ കുറവ് വാല്യൂ കിട്ടുന്ന നമ്പേഴ്സ് ഏതാണ്, കൂട്ടുമ്പോ കുറവ് വാല്യൂ കിട്ടുന്നത് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ആണ് നമ്മൾ പൊസിഷൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, 2+4 ചെയ്തപ്പോ 6 കിട്ടുന്നത്. 3+5 കൂടി ചെയ്യുമ്പോ 8 കിട്ടുന്നത്. കുറവ് വാല്യൂ എന്ന് പറഞ്ഞത് 6. സോ 6 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറുകൾ, അതായത് 2ഉം 4ഉം ആണ് നമ്മൾ പൊസിഷൻ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ കേട്ടോ. റൂൾ നമ്പർ 1 എങ്ങനെയാ ചെയ്യാ, നമ്മൾക്കൊരു സ്ട്രക്ചർ തരും. ആ സ്ട്രക്ചറിന്റെ മെയിൻ ചെയിനും ബ്രാഞ്ചുകളും കണ്ടുപിടിച്ചു കഴിഞ്ഞാല് മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ഇടണം. നമ്പർ ഇടുമ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ഇടാം. ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ശാഖകൾ വരുന്നതെന്ന് നോക്കാം. അതിന്റെ പൊസിഷൻ നമ്പർ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക, അത് തമ്മിൽ കൂട്ടാം. ഓക്കെ, കൂട്ടുമ്പോ കുറവ് വാല്യൂ കിട്ടുന്നത് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറുകളാണ് പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ 2 റൂളാണ് ടീച്ചർ ഇവിടെ ഒറ്റയ്ക്ക് ഒരു റൂളായിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം, റൂൾ നമ്പർ 2. റൂൾ നമ്പർ 2 വളരെ സിമ്പിൾ ആണ് കേട്ടോ. നോക്കിയേ, ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ കാർബൺ ചെയിൻ, അതായത് ഒരേപോലെയുള്ള ബ്രാഞ്ച്, നമ്മൾ ബ്രാഞ്ചിന്റെ പേരൊക്കെ ഓൾറെഡി പഠിച്ചു അല്ലെ, മീഥൈൽ വരും, ഈഥൈൽ വരും, പ്രൊപ്പൈൽ വരും, ബ്യൂട്ടൈൽ വരും. അപ്പൊ ഒരേപോലെയുള്ള ബ്രാഞ്ചുകള് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരികയാണെങ്കിൽ, ഒരു കാർബൺ ചെയിനില് ഒരേപോലെയുള്ള ബ്രാഞ്ചുകള് ഒരേപോലെയുള്ള ശാഖകള് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ. നെയിമിങ്ങില് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. The number of the branches is to be indicated using prefixes like di, tri or tetra, etc. അതായത് ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വരാണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതും, ഡൈ എന്ന് എഴുതും. ഓക്കെ, ഒരേ ബ്രാഞ്ച് തന്നെ 3 പ്രാവശ്യം വരാണെങ്കിൽ നമ്മള് ട്രൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 4 പ്രാവശ്യം വരികയാണെങ്കിൽ ടെട്ര എന്ന് എഴുതണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നെയിം ചെയ്യുമ്പോൾ നെയിമിങ്ങിന്റെ ഓർഡർ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വരാണെങ്കിൽ ഡൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 3 പ്രാവശ്യം വരാണെങ്കിൽ ട്രൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 4 പ്രാവശ്യം വരാണെങ്കിൽ ടെട്ര എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ പേര് എഴുതുമ്പോ പൊസിഷൻ നമ്പർ ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ് അല്ലെ. പൊസിഷൻ നമ്പറുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് കോമ ഇടണം. ആ പൊസിഷൻ നമ്പർ ഇട്ടതിന് ശേഷം ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വരുമ്പോ നമ്മൾ ഡൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 3 പ്രാവശ്യം വരാണെങ്കിൽ ട്രൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 4 പ്രാവശ്യം വരാണെങ്കിൽ ടെട്ര എന്ന് എഴുതും. ഓക്കെ, റൂൾ നമ്പർ 2 മനസ്സിലായെന്ന് വിചാരിക്കണു. എന്താണ്, നമ്മൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേര് എഴുതുമ്പോ ആദ്യം പൊസിഷൻ നമ്പറുകൾ എഴുതണം. ആ നമ്പറുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് കോമ ഇടണം. ഓക്കെ, അതിനുശേഷം ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ ഡൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ ട്രൈ എന്ന് എഴുതും. ഒരേ ബ്രാഞ്ച് തന്നെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ടെട്ര എന്ന് എഴുതും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി കൂടുതലായിട്ട് നമ്മൾ ഈ നെയിമിങ് നമ്മൾ 2-3 നെയിമിങ് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നോക്കാം, അടുത്ത റൂൾ നമ്പർ 3 ആണ്. നമുക്ക് ശരിക്കും 4 റൂളുണ്ട്, ടീച്ചർ 2 റൂളുകൾ ഒരുമിച്ചാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പഠിക്കുന്നതാണ് സിമ്പിൾ കുറച്ചും കൂടെ. അടുത്ത നോക്കാം, ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡന്റിക്കൽ ബ്രാഞ്ചസ്, ഒരു കാർബണില് 2 ഒരേപോലത്തെ ബ്രാഞ്ചുകൾ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഈ രണ്ടാമത്തെ കാർബണില് മീഥൈൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് 2 ഉണ്ട് അല്ലെ. ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വരുന്നുണ്ട്. ഒരെണ്ണം മുകളിലേക്കാണ്, ഒരെണ്ണം താഴേക്കാണ്. താഴേക്കാണോ മുകളിലേക്കാണോ ഒന്നും നിങ്ങൾ ഇപ്പൊ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കുക, ഒരു കാർബണില് ഒരേപോലുള്ള ബ്രാഞ്ചുകള് 2 തവണ വരികയാണെങ്കിൽ their position number should be repeated. അവരുടെ പൊസിഷൻ നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് 2 പ്രാവശ്യം എഴുതണം. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോ ഇത്രേ ഉള്ളൂ, റൂളുകൾ കഴിഞ്ഞു. നോക്കാം, നമുക്ക് ഇനി എങ്ങനെ ഇത്തരം കോമ്പൗണ്ടുകൾക്ക് നെയിം ഇടാം, എങ്ങനെ പേര് കൊടുക്കാം, അതിന്റെ ഓർഡർ എന്താണെന്നാണ് പഠിക്കാൻ പോണത്. ആദ്യത്തെ കാറ്റഗറി പഠിച്ചെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആണ്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ്, അതായത് ഏതൊക്കെ കാർബണുമാണ് ബ്രാഞ്ചസ് വരുന്നത്,
പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ്. ഏതൊക്കെ കാർബണുമാണ് ബ്രാഞ്ചസ് വരുന്നത്. കാർബണിന്റെ നമ്പർ അല്ലെങ്കിൽ പൊസിഷൻ നമ്പർ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്കിടയിൽ എന്ത് വേണം? കോമ ഇടണം. ഓക്കെ, അതിനുശേഷം ഹൈഫൺ ഇടാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എപ്പോഴും നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഹൈഫൺ വേണം. അടുത്തത് നമ്മൾ എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വന്നാല് ഡൈന്ന് എഴുതണം. ഒരേ ബ്രാഞ്ച് തന്നെ 3 പ്രാവശ്യം വന്നാല് ട്രൈ എന്ന് എഴുതണം. ഒരേ ബ്രാഞ്ച് തന്നെ 4 പ്രാവശ്യം വന്നാല് ടെട്രാ എന്ന് എഴുതണം. ഓക്കെ, കഴിഞ്ഞു. അതിനുശേഷം പ്ലസ് ഇട്ടിട്ട് വേർഡ് റൂട്ട് ആണ്. പ്ലസ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പ്ലസ് എന്ന് വെച്ചാൽ അർത്ഥം അവിടെ ഗ്യാപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടാ. അടുത്ത നമ്മൾ എന്താ എഴുതാ? വേർഡ് റൂട്ട് ആണ് എഴുതാ. വേർഡ് റൂട്ട് ആണ് എഴുതാ. പദമൂലമാണ് എഴുതുന്നത് കേട്ടാ. വേർഡ് റൂട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ പദമൂലം എന്ന് പറയും. വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ചെയിനിലുള്ള കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. അടുത്തത് വേർഡ് റൂട്ട് കഴിഞ്ഞാല് സഫിക്സ്. സഫിക്സ് മലയാളത്തിൽ പിൻപ്രത്യയം എന്നാണ് പറയാ. സഫിക്സ്. സഫിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കാർബൺ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണം നോക്കിയിട്ടാണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം നമ്മൾ നമ്പർ ഇടും. ഏതൊക്കെ കാർബണുമാണ് ബ്രാഞ്ചുകൾ വരുന്നത് നോക്കും. അത് തമ്മിൽ കൂട്ടും. പൊസിഷൻ നമ്പറുകൾ തമ്മിൽ കൂട്ടും. കൂട്ടുമ്പോ കുറവ് വാല്യൂ കിട്ടുന്ന ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പേരിടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ നമുക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം കേട്ടാ. ഒന്നുമില്ല, ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കിയേ. നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എന്താ ചെയ്തേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ഇട്ടു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇട്ടു. ഇനി നോക്കാം ഏതൊക്കെ കാർബണുമാണ് ബ്രാഞ്ച് വരുന്നത് നോക്കാം. രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും വരുന്നുണ്ട്. ആ പൊസിഷൻ നമ്പറുകൾ നമ്മൾ എഴുതി, അവർ തമ്മിൽ കൂട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടണത്? 6 കിട്ടാം. ഓക്കെ, ഇനി അടിയിൽ നോക്കാണ് അല്ലെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കാണ്. അപ്പൊ ഏതൊക്കെ കാർബണുമാണ് ബ്രാഞ്ച് വരുന്നത്? 3ാമത്തെ കാർബണിലും വരുന്നുണ്ട്, 5ാമത്തെ കാർബണിലും വരുന്നുണ്ട്. അവർ തമ്മിൽ കൂട്ടി. അപ്പൊ നമുക്ക് 8 കിട്ടുന്നത്. അപ്പൊ നോക്കാം, ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞ 6. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറുകളായ 2ഉം 4ഉമാണ് ശാഖകളുടെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പേരിടാം. ഓക്കെ, അപ്പൊ ഓർഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ആദ്യം നമ്മൾ എന്താ എഴുതണ്ടേ? പൊസിഷൻ എഴുതണം. പൊസിഷൻ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് വന്നേക്കണത്. 2ഉം 4ഉം എഴുതി, അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കോമ ഇട്ടു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ ഇടണം. സോ 2ഉം 4ഉം എഴുതിയതിനു ശേഷം നമ്മൾ ഹൈഫൺ ഇടാണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞേ? ഒരേ ബ്രാഞ്ച് തന്നെ, ഒരേപോലെയുള്ള ബ്രാഞ്ച് തന്നെ ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ് അല്ലെ. അപ്പൊ നമ്മള് ഡൈ എന്ന് എഴുതി. ഓക്കെ, ഡൈ എന്ന് എഴുതി. ഇനി ബ്രാഞ്ചിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, ഡൈയും ട്രൈയും ടെട്രയൊക്കെ എഴുതിയതിനു ശേഷം ബ്രാഞ്ചിന്റെ പേര് എഴുതണം കേട്ടാ. ബ്രാഞ്ച് നെയിം, നെയിം ഓഫ് ബ്രാഞ്ച് എന്ന് എഴുതണം. എന്നിട്ടാണ് വേർഡ് റൂട്ട് എഴുതേണ്ടത്. ടീച്ചർ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ഡൈയും ട്രൈയും ടെട്രയൊക്കെ എഴുതിയതിനു ശേഷം ബ്രാഞ്ചിന്റെ പേര് എഴുതാ, എന്നിട്ടാണ് വേർഡ് റൂട്ട് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നോക്കാം, അടുത്ത എന്ത് എഴുതണ്ടേ? ബ്രാഞ്ചിന്റെ പേര് എഴുതാം. ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാഞ്ചില് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു ബ്രാഞ്ചിൽ 1 കാർബൺ ആണുള്ളത്. അപ്പോ കാർബണിന്റെ എണ്ണം നോക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് റൂട്ട് എഴുതാ. അതിന്റെ കൂടെ YL എന്ന് ചേർത്താല് ബ്രാഞ്ചിന്റെ പേരായി. എന്താണ് ബ്രാഞ്ചിന്റെ പേര്? മീഥൈൽ. ബ്രാഞ്ചിന്റെ പേര് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതറിയാത്തവര് കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം കേട്ടാ. അപ്പൊ ഒരു ബ്രാഞ്ചില് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് റൂട്ട് എഴുതാ, കൂടെ YL എന്ന് ചേർക്കാം. അപ്പൊ ഡൈ, ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈൽ എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് എഴുതണം? വേർഡ് റൂട്ട് സെലക്ട് ചെയ്യണം. വേർഡ് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യണത് മെയിൻ ചെയിനിലുള്ള കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ്. ഇവിടെ 6 കാർബൺ ആണുള്ളത്. സോ വേർഡ് റൂട്ട് എന്താ വരാ? ഹെക്സ് എന്നാണ് വരാ. ശേഷം സഫിക്സ്. സഫിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. മൊത്തം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് എഴുതാണ്? ANE എന്ന് എഴുതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കോമ്പൗണ്ടിന്റെ പേരാണ് 2,4 ഡൈമീഥൈൽ
ഹെക്സൈൻ. വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, പറഞ്ഞ പോലെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. കണ്ടപ്പോ തന്നെ മനസ്സിലായി അല്ലെ, അഴയമ്മ തുണിട്ടേക്കണ പോലെ 3 ബ്രാഞ്ചസ് ആണുള്ളത്, 3 ബ്രാഞ്ചുകൾ ഉണ്ട്. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്പർ 2, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ 2. ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോ രണ്ടാമത്തെ കാർബണിൽ വരുന്നുണ്ട്, നാലാമത്തെ കാർബണിൽ വരുന്നുണ്ട്, അഞ്ചാമത്തെ കാർബണിൽ വരുന്നുണ്ട്. ഓക്കെ, 5 4 9, 9 2 11. അടിന്ന് നോക്കാം. അടിന്ന് നോക്കുമ്പോ രണ്ടാമത്തെ കാർബണിൽ വരുന്നുണ്ട്, മൂന്നാമത്തെ കാർബണിൽ വരുന്നുണ്ട്, അഞ്ചാമത്തെ കാർബണിൽ വരുന്നുണ്ട്. ഓക്കെ, 5 3 8 8 2 10. ഓക്കെ, കൂട്ടിയിട്ട് കുറവ് വാല്യൂ കിട്ടുന്നത് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറുകളാണ് പൊസിഷൻ ആയിട്ട് അല്ലെങ്കിൽ ശാഖയുടെ സ്ഥാനമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സോ ഇതാണ് ചെറുത് അല്ലെ. അപ്പൊ ഇവരെയാണ് നമ്മള് പൊസിഷൻ നമ്പറുകളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഏതൊക്കെയാ വന്നേ? 2 3 5. അപ്പൊ നമ്മള് പൊസിഷൻ നമ്പറുകൾ എഴുതുമ്പോ എപ്പോഴും ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെ എഴുതാം കേട്ടോ. നമ്പർ എഴുതിയതിനു ശേഷം നമ്പറുകളെ സെപ്പറേറ്റ് ചെയ്തിട്ട് കോമ ഇടാം. ശേഷം നമ്പർ കഴിഞ്ഞതിന് ശേഷം, നമ്പർ എഴുതി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണം? നമ്പറിനെയും ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ ഇടണം. ഇനി നോക്കിയേ, ഇവിടെ ഒരേ ബ്രാഞ്ച് തന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ് അല്ലെ. അപ്പൊ ഹൈഫൺ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് എഴുതും? ട്രൈന്ന് എഴുതും. ഇനി എന്താ? ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിക്കണം. നോക്ക, എല്ലാ ബ്രാഞ്ചിലും ഓരോ കാർബൺ വീതമാണുള്ളത്. ഒരു കാർബൺ ഉള്ള ബ്രാഞ്ചിനെ നമ്മൾ മീഥൈൽ എന്നാണ് വിളിക്കുക. സോ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. ഇനി എന്താ? വേർഡ് റൂട്ട് സെലക്ട് ചെയ്യണം. ഇവിടെ 6 കാർബൺ ആണുള്ളത്. ഓക്കെ, മെയിൻ ചെയിനിൽ 6 കാർബൺ ആണുള്ളത്. സോ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം ഹെക്സ് എന്നാണ് വരാ. വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം ഹെക്സ് എന്നാണ് വരാ. ഓക്കെ, ഹെക്സ്. ഇനി സഫിക്സ് അല്ലെങ്കിൽ പിൻപ്രത്യയാണ് സെലക്ട് ചെയ്യേണ്ടത്. മൊത്തം ഏകബന്ധനാണ്, മൊത്തം സിംഗിൾ ബോണ്ട് ആണ്. സോ പിൻപ്രത്യയം വരുന്നത് ANE എന്നാണ് കേട്ടോ. ANE. അപ്പോ കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തത്തിന്റെ പേരാണ് 2, 3, 5 ട്രൈമീഥൈൽ ഹെക്സൈൻ. ഇത് ശാഖയുടെ സ്ഥാനമാണ്. ട്രൈ ഡൈ ടെട്ര എന്നൊക്കെ ഉള്ളത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയാ കേട്ടോ. ഓക്കെ, ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വന്നാൽ ഡൈന്ന് എഴുതും, 3 പ്രാവശ്യം വന്നാൽ ട്രൈന്ന് എഴുതും, 4 പ്രാവശ്യം വന്നാൽ ടെട്രാന്ന് എഴുതും. അടുത്ത നമ്മൾ എഴുതിയിരിക്കുന്നത് ശാഖയുടെ പേര്. അപ്പൊ ഒരു ബ്രാഞ്ചില് ഒരു കാർബൺ ആണുള്ളത്. സോ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ്. ഇനി അടുത്ത എന്താ? മെയിൻ ചെയിനിലുള്ള കാർബണിന്റെ എണ്ണം നോക്കിയിട്ടാണ് വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി നോക്കിയേ, ഈ കോമ്പൗണ്ടിന്റെ അടുത്ത കോമ്പൗണ്ട് സ്ട്രക്ചറും ടീച്ചർ പറഞ്ഞ പോലെ ഇവിടെ എന്താ പറ്റിയേക്കണേ? ഒരേ കാർബണിന് തന്നെ 2 ഐഡന്റിക്കൽ ബ്രാഞ്ചസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോ എന്താ ചെയ്യാ? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നമ്പർ ഇടും. ഓക്കെ, 1 2 3. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ഇടാ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ഇടാ. 1 2 3. നോക്കേ, രണ്ടാമത്തെ കാർബൺ ബ്രാഞ്ച് ഉള്ളത് രണ്ടാമത്തെ കാർബണുമാണ്. 2 ഡയറക്ഷനിൽ ഇടുമ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ബ്രാഞ്ചിൽ 2 കാർബൺ വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ഒരു കാർബണില് 2 ബ്രാഞ്ചസ്, ഒരേപോലുള്ള 2 ബ്രാഞ്ചുകൾ വരികയാണെങ്കിൽ ആ നമ്പർ നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അത്രേ ഉള്ളൂ. നമ്മൾ എന്തെന്ന് എഴുതും? 2, 2 എന്ന് എഴുതും. നോക്കി, ഒരേ കാർബണുമ ഒരേപോലുള്ള 2 ബ്രാഞ്ചസ് വരികയാണെങ്കിൽ ആ കാർബണിന്റെ നമ്പർ നമ്മൾ 2 പ്രാവശ്യം എഴുതിയാല് പൊസിഷൻ നമ്പർ ആയി. അത്രേ ഉള്ളൂ. ഇനി എന്താ? നേരത്തെ പോലെ ബ്രാഞ്ചുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഹൈഫൺ ഇട്ടു. ഒരേ ബ്രാഞ്ച് തന്നെ 2 പ്രാവശ്യം വന്നുകൊണ്ട് നമ്മള് ഡൈ എന്ന് എഴുതി. ഇനി ബ്രാഞ്ചില് ഒരു കാർബൺ ആണുള്ളത്. സോ ബ്രാഞ്ചിന്റെ പേര്, ശാഖയുടെ പേര് മീഥൈൽ എന്നാണ്. മീഥൈൽ. ഇനി മെയിൻ ചെയിനിൽ 3 കാർബൺ ആണുള്ളത്. സോ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം വരുന്നത് പ്രൊപ്പ് എന്നാണ്. ഓക്കെ, സഫിക്സ് മൊത്തം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് ANE എന്നാണ് വരാ കേട്ടോ. അപ്പൊ 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്നാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ പേര്. ഓക്കെ, അപ്പൊ ഒരു 3 എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ഒക്കെ ചെയ്തു നോക്കാം. വളരെ സിമ്പിൾ ആണ്. നെയിമിംഗ് പഠിച്ചു വെക്കുക. എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അടുത്ത കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്, അടുത്ത വിഭാഗത്തിൽപ്പെട്ട കോമ്പൗണ്ടിന്റെ നെയിമിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്